നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ട് നമുക്കുണ്ട്. ആ ഒരു ബോട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെവലപ്പറിൻ്റെ ഞാനെല്ലാം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ ഒരു ബോട്ടിനകത്ത് ഫയൽ സ്റ്റോർ ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഓട്ടോ ഫിൽട്ടർ ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഫിൽട്ടർ ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് മാനേജർ ബോട്ടുണ്ട്, അതായത് കിക്ക് ചെയ്യാൻ വാൺ ചെയ്യാൻ അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഗ്രൂപ്പ് മാനേജർ ബോട്ടുണ്ട്, അതുപോലെ തന്നെ URL ഷോർട്ട്നർ ബോട്ടുണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ബോട്ടുണ്ട്, ഇമേജ് എഡിറ്റിംഗ് ബോട്ടുണ്ട്, വീഡിയോ ഡൗൺലോഡ് ബോട്ടുണ്ട്, യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന ബോട്ടുണ്ട്, യൂട്യൂബ് തമ്പനയിൽ ഡൗൺലോഡ് ചെയ്യുന്ന ബോട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒറ്റ ബോർഡിലേക്ക്, ഈ എല്ലാ ഫംഗ്ഷൻസും കൂടെ ഒരു ബോർഡിലേക്ക് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ബോട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ എനേബിൾ ആക്കി വെച്ചേക്കാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ട്. മൈക്കിൾ ജാക്സൺ എന്നാണ് ബോട്ടിൻ്റെ പേര്. CV_auto_filter_ ബോട്ട് എന്നാണ് ബോട്ടിൻ്റെ യൂസർ നെയിം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ബോട്ട് പോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ബോട്ടുകൾ, ഫിൽട്ടർ ബോട്ടും ഓട്ടോ ഫിൽട്ടർ ബോട്ടും ഫയൽ ഷെയറിംഗ് ബോട്ടും എല്ലാം അടങ്ങുന്ന ബോട്ടുകളുള്ള ഓപ്പൺ സോഴ്സ് ഉള്ള ബോട്ടുകളുള്ളവർ താഴെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരുടെ ബോട്ടിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബോട്ട് സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്ര ഓപ്ഷൻസ് ലഭിക്കും. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ ഫീച്ചേഴ്സ് കാണാനായിട്ട് നമ്മളിവിടെ ഹെൽപ്പ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ഹെൽപ്പ് എന്ന സെക്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഒരു ഫീച്ചേഴ്സ് ഈ ഒരു ബോട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെയാണ് മാനുവൽ ഫിൽട്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം സാധാരണ ഒരു ഫിൽട്ടർ ബോട്ട് ചെയ്യുന്ന പോലെ തന്നെ റോസ് ബോട്ട് പോലെയാണ് ഇതിനകത്ത് ഫിൽട്ടർ എന്നാണ് എൻ്റെ കീവേഡ്. ഫിൽറ്റേഴ്സ്, അതുപോലെ DL. അപ്പോൾ ഇതാണ് എൻ്റെ കോഡ്. ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഇവിടെ ബട്ടൺസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ടുള്ള ബട്ടൺസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബാക്ക് കൊടുക്കുക, വീണ്ടും ഒന്നുകൂടെ ബാക്ക് കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പഴയ സെക്ഷനിലേക്ക് പോകും. അവിടെ രണ്ടാമത്തെ ഫീച്ചറാണ് ഓട്ടോ ഫിൽട്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഓട്ടോ ഫിൽട്ടർ ബോട്ടുകൾ ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബോട്ടിനെ നമ്മുടെ ചാനൽ നമ്മുടെ ഗ്രൂപ്പിൽ അഡ്മിൻ ആക്കിയതിന് ശേഷം ഏതെങ്കിലും ഒരു ചാനലിലും ഈ ഒരു ബോട്ടിനെ അഡ്മിൻ ആക്കാം. പ്രൈവറ്റ് ആണെങ്കിൽ മാത്രം അഡ്മിൻ ആക്കിയാൽ മതി. അപ്പോൾ അഡ്മിൻ ആക്കിയതിന് ശേഷം ആ ഒരു ബോട്ടിൻ്റെ ആ ഒരു ചാനലിൻ്റെ ഏറ്റവും ലാസ്റ്റ് മെസ്സേജ് വിത്ത് കോഡ്സ് ഈ ഒരു ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ചാനലിലെ ഫയൽസ് എല്ലാം ഈ ഒരു ബോർഡിലേക്ക് ആഡ് ആകും. അപ്പോൾ ഈ ഒരു ബോട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ഓട്ടോ ഫിൽട്ടർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആഡ് ചെയ്യുന്ന ചാനലുകളിൽ തിയേറ്റർ പ്രിൻ്റുകളും പോൺ വീഡിയോസും ഫേക്ക് ഫയൽസും ഉണ്ടാവരുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. മൂന്നാമത്താണ് കണക്ഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് കണക്ട് ചെയ്യാനായിട്ടും ഏതൊക്കെ ഗ്രൂപ്പുകളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാനായിട്ടും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ കണക്ട് എന്ന കോഡ് കൊടുത്തുകൊണ്ട് നമുക്കൊരു ചാനലിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ബോട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രൂപ്പിൽ കണക്ട് എന്ന കോഡ് അടിച്ച് കൊടുത്ത് കഴിയുമ്പോൾ ഈ ഒരു ബോട്ട് റിപ്ലൈ തരും. ആ ഒരു റിപ്ലൈയിൽ നമുക്ക് ഈ ഒരു ബോട്ട് PM ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പ് ഈ ഒരു ബോട്ടിൻ്റെ PM നിന്നുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നാലാമത്തേതാണ് സോങ് എന്നാണ് പറയുന്നത്. അതായത് പാട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഫീച്ചറാണ് ഇത്. ഈ ഒരു ഫീച്ചറും ഈ ഒരു ബോട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സോങ് എന്ന് പറഞ്ഞ കമാൻഡിന് ശേഷം സോങ്ങിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാ മ്യൂസിക്കും ആക്യുറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കൃത്യമായിട്ടുള്ള പേര് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ പേരുകളും തന്നെ നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ യൂസേജ്, കമാൻഡും ഡീറ്റെയിൽസും എല്ലാം ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്താണ് എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ID എന്നാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു യൂസറിൻ്റെ സ്പെസിഫൈഡ് ആയിട്ടൊരു ID കിട്ടണമെങ്കിൽ ഇവിടെ ID എന്ന് കൊടുത്ത് നമുക്ക് ആ ഒരു യൂസറിന് നമുക്ക് ID നമുക്ക് ബോട്ട് അയച്ചു തരും. അതുപോലെ തന്നെ ഇൻഫോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരാളുടെ ഇൻഫോ ഫുള്ളായിട്ട് നമുക്ക് അയച്ചു തരും. അതുപോലെ തന്നെ IMDb എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയെക്കുറിച്ചുള്ള നമുക്കറിയാലോ IMDb എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമയുടെ ഇൻഫർമേഷൻ വേരിയസ് സോഴ്സിൽ നിന്ന് നമുക്കത് കിട്ടും. അങ്ങനെയുള്ള ഫീച്ചേഴ്സിനുള്ള 4 കോഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അഡ്മിൻ എന്ന് പറയുന്ന സെക്ഷനിൽ ഇവിടെ അഡ്മിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് എക്സ്ട്രാ മോഡ്യൂളായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് വീഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. അതായത് വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഫീച്ചറാണ് ഇത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ /video എന്ന കോഡ് കൊടുത്തതിന് ശേഷം /MP4 എന്ന കോഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഈ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ഒരു യൂട്യൂബ് വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. /MP4 ഇട്ടിട്ട് സ്പേസ് ഇട്ടിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ലിങ്ക് കൊടുക്കുക. അവിടെ നമുക്ക് ആ ഒരു യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് ആ ഒരു യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഈ ഒരു ബോട്ടിൻ്റെ ഫീച്ചർ നമുക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്കി കൊടുത്തപ്പോൾ ചെറിയൊരു ലാഗ് വന്നുകൊണ്ട് അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ബാക്കി കൊടുക്കുമ്പോൾ എപ്പോഴും വർക്കാണോ എന്നില്ല. അപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ ഒന്നും കൂടെ സ്റ്റാർട്ട് കൊടുത്തിട്ട്
ഒന്നും കൂടെ ഹെൽപ്പ് എടുത്താൽ മാത്രം മതി. ചില ബോർഡിനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്, വിഷയമുള്ള കാര്യമൊന്നുമല്ല. അതിനുശേഷമുള്ളതാണ് പിൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് പിൻ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഒരു ബോർഡിൻ്റെ PMൽ നിന്ന് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒരു പിൻ മോഡ്യൂൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതൊന്ന് കാര്യങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിൻ ചെയ്യാനും അൺപിൻ ചെയ്യാനും എല്ലാം സാധിക്കും. പിന്നെയുള്ളതാണ് പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിങ്ക് പേസ്റ്റ് എന്നൊരു കോഡ് കൊടുത്തിട്ട് ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ദ ഗീവൺ ടെക്സ്റ്റ് ഓൺ പേസ്റ്റ് എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവർക്കും യൂസ് ആവേണ്ടതാണോ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടതാണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ സംശയങ്ങളുള്ളവർക്ക് അതിൻ്റെ അഡ്മിനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇത് ബാക്കി കൊടുത്തു വിടാം. അതിനുശേഷം ഇമേജ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ഇമേജ് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഇമേജ് നമുക്ക് ജസ്റ്റ് ഈ ഒരു ബോട്ടിലേക്ക് ഈ ഒരു ഭാഗം എടുത്തതിന് ശേഷം ഇമേജ് സെൻഡ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഇമേജ് എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ബോർഡിനകത്ത് ഇവർ നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇമേജ് എന്ന് പറയുന്ന സെക്ഷനകത്ത് കിട്ടുന്നത്. പിന്നെയുള്ളതാണ് ഫണ്ണ്. അപ്പോൾ ചുമ്മാ ഫീച്ചേഴ്സ് മാത്രമല്ല, അതായത് എപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, ബോറടിക്കുമ്പോൾ ഗെയിം കളിക്കാനുള്ള സെറ്റപ്പും ഈ ഒരു ബോർഡിനകത്ത് ഉണ്ട്. ഡൈസ്, ത്രോവർ ഡാർട്ട്, റൺസ്, ഗോൾ, അങ്ങനെ കുറച്ച് ഗെയിംസൊക്കെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചുമ്മാ ആയിരിക്കും സമയങ്ങളിൽ ഗെയിം കളിക്കാനായിട്ടും സാധിക്കും. പിന്നെയുള്ളതാണ് JSON എന്ന് പറയുന്ന ആ ഒരു സംഭവം. JSON കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണിക്കും. മെസ്സേജ് എഡിറ്റിംഗ് JSON, PM സപ്പോർട്ട്, ഗ്രൂപ്പ് സപ്പോർട്ട്, അങ്ങനെയുള്ള ഈ ഒരു ബോർഡ് റിട്ടേൺസ് JSON ഫോർ ഓൾ റിപ്ലൈഡ് മെസ്സേജസ് വിത്ത് JSON. അപ്പോൾ JSON എന്ന് പറഞ്ഞ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വർക്കാവും. അതിൻ്റെ നോട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ ആ ഒരു ഫീച്ചർ ഉപയോഗിക്കേണ്ടവർക്ക് ആ ഒരു JSON എന്ന് പറഞ്ഞ ഫീച്ചർ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളതാണ് TTS എന്ന് കൊടുത്തത്. അത് ട്രാൻസ്ലേറ്റർ ആണ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ തന്നെയാണ്. ഇവിടെ ബാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ G-Trans എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഫീച്ചറും ഏകദേശം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കോഡ്സ് എന്ന് പറയുന്നത് /TR എന്ന് കൊടുത്തിട്ട് ആ ഒരു ലാംഗ്വേജ് കോഡും കൊടുത്തിട്ട് നമുക്ക് ഏതാണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. പിന്നെ ഉള്ളതാണ് പെർജ് എന്ന് പറയുന്ന ആ ഒരു സംഭവം. അതായത് നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നിന്നും ഒരുപാട് മെസ്സേജസ് ഒരു സമയത്ത് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ഈ പെർജ് എന്ന് പറഞ്ഞ പേരിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ കോഡ് കൊടുത്തിട്ടുണ്ട് പെർജ് എന്നാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ട് പെർജ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെസ്സേജ് മുതൽ ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന മെസ്സേജ് വരെ ഫുള്ളായിട്ടും ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അതാണ് പെർജ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് പിങ് എന്ന് പറഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, ഈ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിങ് എന്ന് പറയുന്നത് ടു ഗെറ്റ് യുവർ പിങ്, അതുപോലെ തന്നെ ഹെൽപ്പും, അതുപോലെ തന്നെ റിപ്പോ, അതുപോലെ തന്നെ എലൈവ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിപ്പോ എന്ന് പറഞ്ഞ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബോർഡിൻ്റെ റിപ്പോ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു റിപ്പോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഫോർക്ക് ചെയ്യാനോ ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു റിപ്പോ എന്ന് പറഞ്ഞാൽ അവിടെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഇത് വായിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് വായിക്കി കൊടുക്കാം. അതിനുശേഷം അടുത്താണ് ടെലഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ടെലഗ്രാഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. ജസ്റ്റ് ഒരു ഗൂഗിൾ ഡ്രൈവ് പോലെ നമുക്ക് ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടുന്ന് ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടെലഗ്രാം ബോട്ടുകളൊക്കെ ഫോട്ടോസ് ആഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ടെലഗ്രാഫ് എന്ന് പറയുന്ന സംവിധാനത്തിൽ നമുക്ക് ആഡ് ചെയ്യാനൊക്കെ ഉള്ള ഫീച്ചറാണ് ഈ ഒരു ടെലഗ്രാഫ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടെലഗ്രാഫ് എന്ന് പറഞ്ഞ സംബന്ധപ്പെട്ട് അറിയാവുന്നവർക്ക് ആ ഒരു ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളതാണ് ഹൂ ഈസ്, അതായത് നമ്മൾ ആരാണ്, നമ്മളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ട് ഹൂ ഈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു അക്കൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് DP അടക്കം എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. പിന്നെയുള്ളതാണ് മ്യൂട്ട്. നമുക്കറിയാം ഗ്രൂപ്പ് മാനേജറിലുള്ള പോലെ തന്നെ ബാൻ ചെയ്യാൻ മ്യൂട്ട് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചറിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പേഴ്സണെ ബാൻ ചെയ്യാൻ, അൺബാൻ ചെയ്യാൻ, ടെമ്പററി ബാൻ ചെയ്യാൻ, മ്യൂട്ട് ചെയ്യാൻ, അൺമ്യൂട്ട് ചെയ്യാൻ, ടെമ്പററി മ്യൂട്ട് ചെയ്യാൻ കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കും. അതിനുള്ള എക്സാമ്പിൾസും കാര്യങ്ങളെല്ലാം ഇവിടെ അവർ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. റോസ് ബോട്ട് ഉപയോഗിക്കുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാമായിരിക്കും. പിന്നെയുള്ളത് കിക്ക്, ബാൻ ചെയ്താൽ പോലെ ആ ഒരു ആൾക്കാരെ അവിടെ നിന്ന് കിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം എടുക്കാം. അവിടെയും കിക്ക് അങ്ങനെ പറഞ്ഞ് കുറച്ച് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരാളെ അവിടെ നിന്ന് കിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ളതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് ഏതെങ്കിലുമൊക്കെ സിനിമ കിട്ടിയില്ല അല്ലെങ്കിൽ അഡ്മിനോട് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പറയണമെന്നുള്ളവർക്ക് ഇവിടെ /റിപ്പോർട്ട് എന്നുള്ള കോഡ് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും കാര്യം ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു ബോട്ട് തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലൂടെ അഡ്മിനെ അറിയിക്കുന്നതാണ്. അങ്ങനെയാണ് ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ അഡ്മിൻസ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ വർക്കാവുന്നത്. പിന്നെ ഉള്ളതാണ് YT തമ്പ്, അതായത് യൂട്യൂബ് വീഡിയോസിൻ്റെ തമ്പനയിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഫീച്ചറാണ്. ഇവിടെ YT തമ്പ് എന്ന കോഡ് കൊടുത്തതിന് ശേഷം യൂട്യൂബ് വീഡിയോ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ തമ്പനയിൽസ് ഇവിടെ ഡൗൺലോഡായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെയാണ് ആ ഒരു ഫീച്ചർ വർക്കാവുന്നത്. പിന്നെയുള്ളതാണ് സ്റ്റിക്കർ ID എന്ന് പറയുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു സ്റ്റിക്കറിൻ്റെ ID കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റിക്കർ ID എന്ന ഫീച്ചർ വേണ്ടത്. നമ്മളിവിടെ ജസ്റ്റ് ഒരു സ്റ്റിക്കർ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ /sticker ID എന്ന് റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിക്കറിൻ്റെ സ്റ്റിക്കർ ID നമുക്ക് കിട്ടുന്നതായിരിക്കും.
പിന്നെ ഉള്ളതാണ് കോവിഡ് എന്ന് പറഞ്ഞ ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ കോവിഡ് ഇൻഫർമേഷനെ പറ്റി അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് വേൾഡ് വൈഡ് ഡെയിലി ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കോവിഡ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിക്കാം. ഇവിടെ /COVID ഇന്ത്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കോവിഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഓഡിയോ ബുക്ക് എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു PDF ഫയൽ ഓഡിയോ ആയിട്ട് കേൾക്കണമെങ്കിൽ നമുക്കിവിടെ ഓഡിയോ ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു PDF ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് അതിന് ഓഡിയോ ബുക്ക് എന്ന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു PDFൻ്റെ ഒരു ഓഡിയോ ഫോർമാറ്റായിട്ട് ജനറേറ്റ് ആവുന്നതായിരിക്കും. ആ ഒരു ഓഡിയോ കേട്ടുകൊണ്ട് നമുക്ക് ആ ഒരു PDF വായിക്കാനായിട്ട് സാധിക്കും. അതാണ് ഓഡിയോ ബുക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ. പിന്നെ ഉള്ളതാണ് URL ഷോർട്ട്നർ. നമുക്കറിയാം URL വലിയ URL ഷോർട്ട് ചെയ്യാൻ ചെറുതാക്കാൻ വേണ്ടിയുള്ളതാണ് URL ഷോർട്ട്നർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഷോർട്ട് എന്ന് പറഞ്ഞ കോഡ് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു വലിയ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ചെറിയ ലിങ്കായിട്ട് ഒരു ബോട്ട് മാറ്റി തരുന്നതായിരിക്കും. അതാണ് URL ഷോർട്ട്നർ എന്ന് പറയുന്ന ഫീച്ചർ. പിന്നെയുള്ള ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഞാൻ മുമ്പേ പറഞ്ഞ TTS എന്ന് പറഞ്ഞ ആ ഒരു സംഭവം രണ്ടും ഒന്നാണ്. പിന്നെയുള്ളതാണ് ഫയൽ സ്റ്റോർ എന്ന് പറയുന്നത്. നമ്മൾ മാനുവൽ ഫിൽട്ടർ ബോട്ടും ഓട്ടോ ഫിൽട്ടർ ബോട്ടും എല്ലാം കണ്ടു. അതുപോലെ തന്നെ വളരെ ഒരു ഗ്രൂപ്പിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇപ്പോൾ കോപ്പിറൈറ്റ് ഒക്കെ വന്നുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഫയൽ സ്റ്റോർ ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫയൽ സ്റ്റോർ ബോട്ടും ഈ ഒരു ബോട്ടിനകത്ത് അവൈലബിൾ ആണ്. ബാച്ചായിട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിന് മാത്രം ലിങ്കായിട്ട് എടുക്കാനും അതിനുള്ള ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഹെൽപ്പ്, കമാൻഡ്, യൂസേജ്, എക്സാമ്പിൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം വായിച്ച് നോക്കി ഒരു വേറൊരു ഫയൽ സ്റ്റോർ ബോട്ട് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. പിന്നെ ഉള്ളതാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഈ ഒരു ബോട്ടിൻ്റെ തന്നെ സ്റ്റാറ്റസാണ് ഇവിടെ കാണുന്നത്. ടോട്ടലി ഫയൽസ്, യൂസേഴ്സ്, ചാറ്റ്സ്, അതുപോലെ തന്നെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണേൽ റിഫ്രഷ് ചെയ്യാനൊക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബോട്ടിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും ചുമ്മാ ജസ്റ്റ് ഫിൽട്ടർ ബോട്ട്, മാനുവൽ ഫിൽട്ടർ ബോട്ട്, ഫയൽ മാനേജർ ബോട്ട് അങ്ങനെയുള്ള ബോട്ടിൽ ഫീച്ചേഴ്സ് മാത്രമല്ല അത്യാവശ്യം നമുക്ക് ടെലഗ്രാമിൽ നമുക്ക് വേണ്ട എല്ലാത്തരം ഫീച്ചേഴ്സും ഈ ഒരു ബോർഡിനകത്തുണ്ട്. അതിൻ്റെ കൂടെ ഫീച്ചേഴ്സായിട്ട് തന്നെ ജസ്റ്റ് ഫണ്ടെന്ന് പറഞ്ഞ ഗെയിംസ് വരെ ഈ ഒരു ബോർഡിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇതിൻ്റെ ഒരു അഡ്മിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഓണർ കഷ്ടപ്പെട്ട് ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു ബോട്ടാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ എബൌട്ട് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഓണറിനെ കാണാനായിട്ട് സാധിക്കും. ക്രിയേറ്റർ അലൻ ബാക്കർ എന്നാണ്. അപ്പോൾ ഈ ബുറയ്ക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും അതുപോലെ ഇവിടെ സോഴ്സ് കോഡ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോഴ്സ് കോഡെല്ലാം അതൊരു ചാനൽ ലിങ്ക് കാണാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അഡ്മിനോട് എന്ത് വേണമെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ബോർഡിനെ പറ്റി പറയാനുള്ളത്. ഈ ബോർഡിനെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ ആഡ് മീഡിയ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ബോർഡിനെ അഡ്മിനാക്കി മാറ്റുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബോർഡിൽ ഇൻലൈൻ മോഡ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിലും ചാനലും ഒക്കെ പോയി ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് ആ ഒരു നമ്മുടെ അഡ്മിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ ഇതുപോലെ ബോർഡിലുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ബോർഡിൻ്റെ ലിങ്ക് ഇടാനായിട്ട് മറക്കണ്ട. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടതാണ് ഈ ഒരു ഓട്ടോ ഫിൽറ്ററിൻ്റെ പലവിധ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണുക ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ചുമ്മാ സാധാരണ ഫീച്ചേഴ്സ് മാത്രമല്ല, വെറുതെ ഇരിക്കുമ്പം നമുക്ക് ബോറടിക്കാതിരിക്കാനുള്ള ഫണ്ണെന്ന് പറഞ്ഞ ആ ഒരു സംഭവം വരെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കാര്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഉള്ളത് നല്ലൊരു അടിപൊളി ഗ്രൂപ്പ് മാനേജർ അല്ലെങ്കിൽ ഒരു ഓൾ ഇൻ വൺ ബോട്ടാണ് ഈ ഒരു CG ഓട്ടോ ഫിൽറ്റർ ബോട്ട് എന്ന് പറയുന്ന ബോട്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓണറിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഓണറിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ വേണ്ടി തിരിച്ചു വരാം. അതുവരേക്കും ബൈ.